നമസ്കാരം, ഞാൻ ഡോക്ടർ സുമിന. അതികഠിനമായ ചൂടുള്ള വേനൽക്കാലത്തിൽ നിന്നും തണുപ്പോടു കൂടിയ മൺസൂൺ സീസണിലേക്കുള്ള ഒരു ഋതുസന്ധി. നമ്മളുടെ പ്രതിരോധവും വളരെ ആ ഋതുസന്ധിയിൽ കുറയുന്ന ഒരു കാലഘട്ടമാണ്. രോഗപ്രതിരോധ ശേഷി കുറയുന്നത് വഴി ജലദോഷം, പനി തുടങ്ങിയ ചെറിയ അസുഖങ്ങൾ മുതൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് മഴക്കാലം. ഇതോട് ചേർന്ന് വാദസംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് അതും അത്യന്തം മൂർച്ഛിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇനി ഈ അസുഖങ്ങളെ വരാണ്ട് എങ്ങനെയെല്ലാം നമുക്ക് സംരക്ഷിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് എന്താണ്? നമ്മുടെ പ്രതിരോധം വർദ്ധിപ്പിക്കുക. അതിനായിട്ട് നമ്മുടെ വയറിലെ ഗട്ടിലുള്ള ബാക്ടീരിയൽ ഫ്ലോറയെ നല്ല രീതിയിൽ നിലനിർത്തിയാൽ ഒരു പരിധിവരെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമുക്കാകും. അതിനായി നമ്മുടെ ദഹന വ്യവസ്ഥയെ നന്നായി വെക്കാനായി നമ്മളുടെ ആഹാരശീലങ്ങളില്, വിഹാരശീലങ്ങളില് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കർക്കിടക കഞ്ഞി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കർക്കിടക കഞ്ഞിയുടെ പ്രാധാന്യവും അത് തന്നെയാണ്. ഈ ഒരു കാലഘട്ടങ്ങളിൽ ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന പ്രത്യേക രീതിയിലുള്ള ഒരു കഞ്ഞി. അത് നമ്മളുടെ ഈസി ടു ഡൈജസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ദഹന വ്യവസ്ഥയെ നല്ല രീതിയിൽ നിലനിർത്തും. നമ്മുടെ ഭക്ഷണശീലങ്ങളിലാണ് എന്നുണ്ടെങ്കിലും കുരുമുളക്, ചുക്ക്, ജീരകം ഇവയെല്ലാം ചേർത്ത് അധികം സ്പൈസി അല്ലാത്ത, എണ്ണയിൽ വറുത്ത് പൊരിക്കാത്ത ആഹാരങ്ങൾ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ, ഈസിലി ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാം വേവിച്ച് ആഹാരങ്ങൾ ഉൾപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കുടിക്കാനുള്ള വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയതാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ ചുക്ക്, ജീരകം, മല്ലി ഇവ ചേർത്ത് കുടിക്കാൻ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ, തിളപ്പിച്ചാറിയതിനു ശേഷം കുടിക്കാൻ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്യുത്തമമാണ്. പഞ്ചകർമ്മ ചികിത്സയ്ക്കും അത്യുത്തമമായിട്ടുള്ള ഒരു സമയമാണ് ഈ മൺസൂൺ സീസൺ. വാതരോഗങ്ങളെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. റെജുവനേഷൻ, രസായന ചികിത്സകൾക്കെല്ലാം പറ്റുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. മഴക്കാലമാണ്. അസുഖങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഇതും. അതുകൊണ്ട് തന്നെ ആരോഗ്യ ആഹാരശീലങ്ങൾ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ അസുഖങ്ങളെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ നമുക്ക് സാധിക്കും.